എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് സോൾസ്, 5 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്കിപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളൊരു നെഗറ്റീവ് എനർജിയുടെ വലയത്തിൽ പെട്ടുപോയ ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് പല പ്രലോഭനങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിനകത്തൊന്നും പെട്ടുപോകരുതെന്ന് പറയണ, അതിലൊക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം വ്യക്തിത്വം മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പല പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാം, പക്ഷെ നിങ്ങൾ അതിനെല്ലാം വളരെ വിദഗ്ധമായിട്ട് മറികടക്കണം എന്ന് പറഞ്ഞ ആത്മധൈര്യത്തോടു കൂടി അതിനെല്ലാം മറികടക്കണം. ചില ആളുകൾ ചില നിരാശാബോധത്തിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു മണിയുടെ ചീറ്റിങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു എനർജിയിലിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ എനർജിയിൽ നിന്ന് മാറണം എന്ന് പറയുന്നത്, ഡബിൾ എനർജിയിൽ നിന്ന് മാറണം എന്ന് പറയുന്നത്. നമുക്ക് 7 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അതായത് ഈ കാർഡ് പറയുന്നത് ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളുകളുടെ ഒരു ചതി, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂടെ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നിങ്ങൾ അതിനകത്തുനിന്ന് വിട്ടിട്ട് പോകുന്നതോ അല്ലെങ്കിൽ ആ കാര്യം നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചീറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു എനർജിയിൽ, ആ ഒരു ചിന്തയിലാണ് അവരെന്നെ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം. ഇത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നടന്നൊരു ചീറ്റിംഗ് എനർജി ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇപ്പോഴാണ് അതിനകത്തേക്ക് നിങ്ങൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നതൊക്കെ ഇപ്പോഴായിരിക്കും. അപ്പോൾ ഒരു ചീറ്റിംഗ് എനർജി എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അതൊരു മണിയുടെ ചീറ്റിംഗ് എനർജിയാണ്. മണിയുടെ ചീറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്നതായിട്ടാണ്, അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഈ ചീറ്റിംഗ് എനർജിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പാസ്റ്റ് ഉണ്ടായ എക്സ്പീരിയൻസ് ഒരു ചീറ്റിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. പുതിയ കാര്യങ്ങളിലൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. പല ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നുണ്ടാവാം, പക്ഷെ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഇതിന് മുന്നേ ഉണ്ടായ ആ ചീറ്റിംഗ് എനർജിയിലും ആ നെഗറ്റീവ് എനർജിയിലും നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മണിയുടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ നമ്മുടെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്തു പോയി എന്ന് പറയുന്നത്.
ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ ഈ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. അത് ചെറിയ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഇന്നത്തെ ദിവസം എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുക. കാരണം നിങ്ങളെക്കാത്ത വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട്, വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താൻ ശ്രമിക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ ആൾക്കാർക്ക് നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുത്തു വിടുക. അവരുടെ ഒരു കർമ്മം നിർവഹിച്ചു പോയതാണ്, അതിൽ നമ്മളൊരു ഭാഗവാക്കായെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാതെ നിങ്ങൾക്കുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഗൈഡൻസ്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഈ നെഗറ്റീവ്സ് എനർജീസ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെയധികം എൻജോയ് ചെയ്യാനും കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ പുറത്തു പോകാനും നിങ്ങൾക്ക് എന്താ പറയുക വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാനും എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പുറത്തു പോയി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കുടുംബ വീടുകളിലേക്കൊക്കെ ഇന്നൊരു വിസിറ്റ് നടത്തുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മറ്റുള്ള മെമ്പേഴ്സിനെയൊക്കെ കാണുകയും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് ഒരു നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയണം. അതായത് നിങ്ങളുടെ ബാല്യകാല നടന്ന എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സന്തോഷകരമായ സംഭവങ്ങൾ റിവൈൻഡ് ചെയ്യാനും ഓർമ്മപ്പെടുത്തിയെടുക്കാനും ചിലപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെടാൻ, ഇപ്പോൾ നിങ്ങൾ കൂടെ പഠിച്ച ആളുകളെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ പഴയകാല സുഹൃത്തുക്കളെ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന പല നല്ല നല്ല ഓർമ്മകളും നിങ്ങൾക്ക് ഇതൊന്ന് ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവാം. ആ ആളുകളിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. കാരണം അവരായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ആ ഡിസ്കഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്ത് പൊടി തട്ടിയെടുത്ത് അത് വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് വീണ്ടും പോകാൻ, ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആ കാര്യങ്ങൾ വീണ്ടും റിവൈൻഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാനായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. നമ്മൾ നേരത്തെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ കളഞ്ഞിട്ട് പോയ ഒരു കാര്യം വീണ്ടും അതിനെ എടുത്ത് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ അതിലേക്ക് തിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നല്ലൊരു സക്സസ് ആയിട്ട് വരും എന്നും കാണിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ മൈൻഡ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ കാര്യം ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ അത് അങ്ങനെ ഒരുപാട് കാര്യം, ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങളിന്ന് ഫോക്കസ്ഡ് ആവുന്നു എന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിലേത് സെലക്ട് ചെയ്യണമെന്നറിയാതെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കയറി വരുന്നുണ്ടാവാം. അപ്പോൾ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് നിന്ന് പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം പിക്ക് ചെയ്ത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമായി മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. അപ്പോൾ
ഇന്നത്തെ ദിവസത്തെ റീഡിങ് ഇതാണ്. ചില ആളുകൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുക. അത് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ചീറ്റിങ്ങിൽ നിന്ന് വന്നൊരു നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ ആ എനർജി എത്രയും പെട്ടെന്ന് വിട്ട് കളയുക, പോസിറ്റീവ് എനർജീസിന് മാത്രം അബ്സോർബ് ചെയ്യുക. ഇന്ന് ഫാമിലി ആയിട്ടൊക്കെ വളരെ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ് സംഭവിച്ച് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വന്നു പോയത് നമുക്കിനി ഒന്നും മാറ്റാൻ പറ്റില്ല, അത് വന്നുപോയി. പക്ഷെ അതിനെ ഫൊർഗീവ് ചെയ്ത് വിടുക, മാപ്പ് കൊടുത്ത് വരിക. ആ സിറ്റുവേഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെയുള്ള കുറേ കൂടിക്കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട് കുറേ പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.